ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സിമ്പിൾ ബ്ലൗസിൻ്റെ കട്ടിങ് കാണിച്ചിരുന്നു. ഇത് അതുപോലൊരു സിമ്പിൾ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ കട്ടിങ് തയ്ക്കാം. കട്ടിങ് ഇത് പല സ്ഥലത്ത് പട്ട അങ്ങനെയൊക്കെ പറയും. നമ്മളിതിൻ്റെ കട്ടിങ് ആണ് ആദ്യം തയ്ക്കുന്നത് കേട്ടോ. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ വിശദമായ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ബ്ലൗസ് സ്പെഷ്യലിൻ്റെ ക്ലാസ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ ഇതിൻ്റെ വിശദമായ ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നന്നായിട്ട് ബ്ലൗസ് തയ്ച്ചെടുക്കാനും പറ്റും. ഇപ്പം നമ്മൾ കട്ടിങ് തയ്ച്ച് കഴിഞ്ഞു. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് ബ്ലൗസ് തയ്ക്കുന്നത്. ചിലർ ഡോട്ടൊക്കെ ആയിരിക്കും ആദ്യം എടുക്കുന്നത്. പക്ഷേ ഞാൻ തയ്ക്കുമ്പോൾ ഞാൻ ആദ്യം കട്ടിങ് തയ്ച്ച് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലൗസിൻ്റെ ഡോട്ട് എടുക്കാൻ നിൽക്കും. ഷോൾഡർ തമ്മിൽ കറക്റ്റ് പിടിച്ചിട്ടാണ് ഞാൻ ഡോട്ട് എടുക്കുന്നത്. അത് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നതെന്നും അങ്ങനെ എടുത്താൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും എന്നൊക്കെ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലൗസിൻ്റെ ക്ലാസ് കണ്ടവർക്കെല്ലാം മനസ്സിലാവും. ഇനി അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊന്ന് തയ്ച്ചു നോക്കൂ. ആം ഹോളിൻ്റെ ഡോട്ടൊക്കെ നമ്മൾ ഇതിങ്ങനെ പിടിക്കുമ്പം തന്നെ കറക്റ്റായിട്ട് വന്നോളും. ഇതൊരു വലിയ ബ്ലൗസാണ്. ഞാൻ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. ഇത് ഒരു 49 ഇഞ്ചോളം നെഞ്ചളവുള്ള ഒരു ബ്ലൗസിൻ്റെയാണ്. അതുകൊണ്ട് 2.5 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ ഡോട്ട് പോയിന്റ് ആം ഹോൾ ഡോട്ട് എടുക്കും കേട്ടോ. 2.5 ഇഞ്ച് മാറ്റിയിട്ട്. രണ്ടര ഇഞ്ച്, അതായത് നമ്മൾ താഴത്തെ ഡോട്ടിൻ്റെ അവിടെ നിന്ന് 2.5 ഇഞ്ച് മുകളിലോട്ട് മാറ്റിയാണ് നമ്മൾ കണ്ടോ ഡോട്ട് എടുക്കുന്നത്. ഈ ബ്ലൗസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിയും. വളരെ സിമ്പിളായിട്ട് ഒരുപാട് അളവുകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതാ നമ്മൾ നെഞ്ചിൻ്റെ ഇവിടുത്തെ ഡോട്ടാണ്. തുല്യമായിട്ട് മടക്കുക, അവിടുന്ന് 2 ഇഞ്ച് മാറ്റി ഡോട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു ബ്ലൗസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ഈ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. കട്ടിങ് വെച്ച് തയ്ക്കുന്നതിന് മുമ്പ് അവിടെ അല്പം കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. പല ആൾക്കാരും ഇപ്പോഴൊക്കെയാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത്. അപ്പോൾ പലർക്കും ബ്ലൗസിൻ്റെ വീഡിയോകൾ ഇതിൽ ഞാൻ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്, വിശദമായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കാണാം. പിന്നെ പുതിയ പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും പുതിയ പുതിയ സ്റ്റിച്ചിങ്ങുകൾ ബ്ലൗസിൻ്റെ തന്നെ ഇങ്ങനെ ഇടുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാം വിശദമായ ക്ലാസ്, അതായത് ബ്ലൗസ് തയ്ക്കുന്ന A മുതൽ Z വരെയുള്ള എല്ലാം പഠിക്കത്തക്കവണ്ണ ക്ലാസ് ഞാൻ സ്പെഷ്യലായിട്ട് ഇതിൽ ഇടുന്നുണ്ട്. അതിനൊരു ചെറിയ പേയ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർ, ബ്ലൗസ് നന്നായിട്ട് തയ്ക്കണം എന്നും അത് നന്നായിട്ട് പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ അസലായിട്ട് ബ്ലൗസ് തയ്ക്കാൻ നിങ്ങൾക്ക് പഠിക്കാം. ഏത് ബ്ലൗസ് കിട്ടിയാലും തയ്ക്കാൻ പഠിക്കാം. ഇനി നമുക്കിതിൻ്റെ നെഞ്ചിപ്പട്ട അടിക്കണം. നെഞ്ചിപ്പട്ട സാധാരണ നിങ്ങളെല്ലാ ബ്ലൗസിൽ എല്ലാവരും തയ്ക്കുന്നത് പോലല്ല എൻ്റെ ഈ കട്ടിങ്ങിനും സ്റ്റിച്ചിങ്ങിനും തയ്ക്കുന്നത്. ഇത് 2 സൈഡിലെയും നെഞ്ചിപ്പട്ട നമ്മൾ കൊടുത്തടിക്കുകയാണ്. സാധാരണ നിങ്ങൾ എല്ലാവരും ബ്ലൗസിൻ്റെ ഹൂക്ക് വരിയുന്ന ഭാഗം മാത്രമാണ് കൊടുത്തടിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനല്ല. ഞാൻ വരിയുന്നതും ഹൂക്ക് വയ്ക്കുന്നത് 2 സൈഡിലേക്കുള്ളത് പട്ടയും കൊടുത്തടിക്കുകയാണ് ചെയ്യുന്നത്.
കൊടുത്തടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഐ വരിയുന്ന ഭാഗത്ത് എങ്ങനെയാണോ പട്ട അടിക്കുന്നത് അതേപോലെ തന്നെ പട്ട ഇപ്പുറത്തെ സൈഡിലും അടിക്കണം. സാധാരണ അത് ബോഡിയിലേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. അതെന്തുകൊണ്ടാണ്, അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ എൻ്റെ ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് ഐ വരിയുന്നതാണ്. ഐ വരിയുന്ന പട്ടയാണ് ഈ അടിക്കുന്നത്. ഐ വരിയുന്നതും അതുപോലെ തന്നെ എവിടെങ്കിലും അല്ല നമ്മൾ ബ്ലൗസിൻ്റെ ഐ വരിഞ്ഞ് വെക്കാനുള്ളത്. അതിനുമൊക്കെ പ്രത്യേക കറക്റ്റ് പോയിന്റുകളുണ്ട്. അവിടെ തന്നെ ബ്ലൗസിൻ്റെ ഐ വരിഞ്ഞ് വെക്കണം ഹൂക്കിടാനുള്ളത്. തോന്നുന്നിടത്ത് ഐ വരിഞ്ഞ് വെച്ചാൽ ബ്ലൗസ് ഭംഗിയാവൂല. അപ്പോൾ അത് കറക്റ്റ് പോയിന്റിൽ തന്നെ നിങ്ങൾ ഐ വരിഞ്ഞ് വെക്കണം. ഞാൻ കാണിച്ച പോയിന്റുകളാണ് കറക്റ്റ് ഐ വരിഞ്ഞ് വെക്കാനുള്ളത്. ഇത് ഹൂക്ക് വയ്ക്കുന്ന സൈഡാണ്. അത് നമ്മൾ കൊടുത്തടിക്കുകയാണ് ചെയ്യുന്നത്, ബോഡിയിലേക്ക് മടക്കി അടിക്കുകയല്ല ചെയ്യുന്നത് കേട്ടോ. ഇനി ബാക്കാണ്. അത് ബാക്കിൽ ഡോട്ട് ഇട്ട ബ്ലൗസാണ് ഈ തയ്ക്കുന്നത്. ഡോട്ട് ഇടാതെ എങ്ങനെ തയ്ക്കാമെന്ന് ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. എത്ര ഹൈറ്റ്സിലാണ് ബ്ലൗസ് ബാക്ക് ഡോട്ട് ഇടേണ്ടതെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കതിൽ പട്ട വെച്ചടിക്കാം. രണ്ടിഞ്ചെങ്കിലും വീതി വേണം കേട്ടോ ബ്ലൗസിൻ്റെ ബാക്ക് പട്ടയ്ക്ക്, ഇല്ലെങ്കിൽ ബ്ലൗസ് മേലോട്ട് കയറി പോവും. ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ജോയിൻ്റ് ചെയ്യാം. ഷോൾഡർ കറക്റ്റ് പിടിച്ച് വെച്ചിട്ട് വേണം ജോയിൻ്റ് ചെയ്യാനുള്ളത്. ബാക്കും ഫ്രണ്ടും എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതും കഴുത്ത് കറക്റ്റായിരിക്കണം. കഴുത്തിൻ്റെ അവിടെ കൂടിയും കുറഞ്ഞൊന്നും പോവരുത്. നമ്മൾ തയ്ക്കുന്ന ബ്ലൗസിന് കഴുത്ത് ലൂസാകാൻ പാടില്ല. ഡോട്ട് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ തയ്ക്കുന്ന ബ്ലൗസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴുത്ത് ലൂസാവില്ല, അതുപോലെ ഡോട്ടും കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ചെയ്യാം. നമ്മളത് ആദ്യമേ സൈഡ് ജോയിൻ ചെയ്യും. കഴുത്തൊക്കെ കറക്റ്റ് പിടിച്ച് വെച്ച് രണ്ടായിട്ട് ബാക്ക് മടക്കി നമ്മൾ എത്രയാണോ ഇടുപ്പ് വണ്ണം, അതായത് 39-40 ഇഞ്ച് കണക്കാക്കിയിട്ട് 10 അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 11 ഇഞ്ചിലാണ് നമ്മൾ വണ്ണം അടിക്കുന്നത്. 4 സൈഡും ഒരേപോലെ മാർക്ക് ചെയ്യണം. ഫ്രണ്ട് 2 സൈഡും ബാക്കും മടക്കി 2 സൈഡും. എന്നിട്ട് നമ്മളിത് മാർക്ക് ചെയ്തിടം ജോയിൻ്റ് ചെയ്യണം. ഒരു 3/4 ഭാഗം ജോയിൻ്റ് ചെയ്ത് വെക്കണം. ബാക്കി ഫുള്ളായിട്ട് നമുക്ക് കൈ അടിച്ചതിന് ശേഷം ഇനി നമുക്ക് ജോയിൻ ചെയ്ത് ബാക്കി അധികമുള്ള അതൊക്കെ വെട്ടി, കൈക്കുഴി കൂടുതലോ കുറവുണ്ടെങ്കിൽ അത് വെട്ടണം. ഷോൾഡറിൻ്റെ ഭാഗം കൈക്കുഴിയിലൂടെ ഒരല്പം കൂടുതലുണ്ട്, അത് വെട്ടുക. ഇത്രയും വെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ കൈ വയ്ക്കണം.
ഇത്രയും വെട്ടി ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൈ വെച്ച് പിടിപ്പിക്കാവൂ. കൈ ഇതാ 11 ഇഞ്ചുണ്ട്. 11 ഇഞ്ച് വണ്ണത്തിൽ, അതായത് നമ്മുടെ വണ്ണത്തിൻ്റെ 4/1 കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി കൈവണ്ണം എടുക്കണം. അതായത് 10ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി 11 ഇഞ്ച് കൈവണ്ണം. അപ്പോൾ കറക്റ്റ് ആയിരിക്കും നമ്മൾ അടിക്കുമ്പോൾ. കൈയും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ സൈഡ് വണ്ണം അടിക്കുക എന്നുള്ള ജോലിയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ബ്ലൗസിൻ്റെ തയ്യൽ പിന്നെ കഴുത്തും കൂടെ വെക്കണം, അത്രയേ ഉള്ളൂ. ഇതാ നമ്മൾ കൈ വെച്ചു. ഇനി നമ്മളിത് സൈഡ് ജോയിൻ ചെയ്യുക, അത്ര മാത്രമേ ഇതിൽ ഇനി ജോലിയുള്ളൂ. പിന്നെ കഴുത്തും കൂടെ വയ്ക്കുക, അപ്പോഴത്തേക്ക് ഇതിൻ്റെ തയ്യൽ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ.